സാധാരണ നമ്മൾ സ്റ്റുഡിയോയിൽ ആരുടെയെങ്കിലും ശബ്ദം റെക്കോർഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉടമ പറഞ്ഞത് ഇങ്ങനെയാണ്: അയ്യോ, എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കാനേ പറ്റില്ല, ഒട്ടും ഇഷ്ടമല്ല, എന്തോ പോലെ തോന്നും, നിങ്ങൾ എഡിറ്റ് ചെയ്ത് എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന്. ഇതുപോലെ പറയുന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, സ്വന്തം ശബ്ദം ഇഷ്ടമല്ല, എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഇങ്ങനെ നമ്മുടെ സ്വന്തം ശബ്ദത്തെ വെറുക്കാനുള്ളൊരു കാരണം എന്തായിരിക്കാം? ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തെ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ബോറടിപ്പിക്കാതെ നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഐ എം സുജ ഉണ്ണികൃഷ്ണൻ, എ വോയിസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം പിച്ചാണ്. നമ്മുടെ ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ചകളെയാണ് ഈ പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എടാ പോയിട്ട് വാ എന്ന് പറയുന്നതും എടാ നീ പോയിട്ട് വാ എന്ന് പറയുന്നതും 2 പിച്ചിലാണ്. പിച്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. ചില ആളുകൾ തിയേറ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം. അതുപോലെ തന്നെ ലൈബ്രറി പോകുമ്പോഴും, അതുപോലെ വളരെ സൈലൻ്റ് ആയിട്ട് പെരുമാറേണ്ട, പിച്ച് താഴ്ത്തി സംസാരിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ പിച്ച് കൂട്ടി പറയുന്നത് ചിലർക്കൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോണാണ്. ഞാനൊരു സെൻറ്റൻസ് 2 ടോണിൽ പറയാം. നീ അത് ചെയ്തത് വളരെ നന്നായിട്ടോ, നീ അത് ചെയ്തത് വളരെ നന്നായി. രണ്ടും 2 ടോണാണ്. ടോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇമോഷൻസ് കൺവേ ചെയ്യുന്നത് ടോണിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെയാണ്. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലതും മനസ്സിലായോ? പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശബ്ദത്തിൻ്റെ വേഗത. നല്ല പേസിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്, അതായത് ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലാകണമെന്നില്ല, പക്ഷെ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകും. ഈ പേസ് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യും. അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 3നെയും കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ വോയിസിനെ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആവും.